ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ലീഗിന്റെ ഏക ആവശ്യം 3-ാം സീറ്റ് വേണം എന്നതായിരുന്നു. 3-ാം സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ലീഗ് നേതൃത്വത്തിന്റെ കടുംപിടുത്തത്തിന് പിന്നിൽ യൂത്ത് ലീഗിന്റെ നിർബന്ധം തന്നെയായിരുന്നു. UDF-ൽ അർഹിക്കുന്ന അംഗീകാരം തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതായിരുന്നു യൂത്ത് ലീഗിന്റെ വാദം. എന്നാൽ പിന്നീട് പല ആവർത്തി കൂടിയ ചർച്ചകൾക്ക് ശേഷം രാജ്യസഭാ സീറ്റ് എന്ന ഉപാധിക്ക് മുന്നിൽ ലീഗ് കീഴടങ്ങി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ലീഗ് ഉന്നം വെച്ചിരുന്ന അതേ ലോക്സഭാ മണ്ഡലമായ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും ലീഗിന് തങ്ങളുടെ ആദ്യത്തെ ആവശ്യം രൂക്ഷമായി ഉന്നയിക്കാൻ പറ്റുന്ന സാഹചര്യം. എന്നാൽ ഈ സാഹചര്യത്തിൽ നിലപാട് തിരുത്തിക്കൊണ്ട് ലീഗ് രംഗത്ത് വരുമ്പോൾ അത് UDF-നെ പോലും ഞെട്ടിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇത്ര വലിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് എന്നതിന് പിന്നിൽ UDF-ൽ പോലും അമ്പരപ്പുണ്ടാക്കുന്നുണ്ടാവാം. മലബാർ മേഖലയിലെ ലോക്സഭാ മണ്ഡലങ്ങളായ മലപ്പുറം, പൊന്നാനി, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ലീഗിന് ഏറെ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സാഹചര്യത്തിൽ ലീഗ് വയനാട്ടിൽ തങ്ങൾക്ക് 3-ാം സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. വയനാട്ടിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ലീഗിന് ഉറപ്പായിരുന്നു. എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ട് ലീഗ് പിന്മാറുകയായിരുന്നു. എന്നാൽ 3-ാം സീറ്റ് എന്ന ആവശ്യം ലീഗ് പിന്നെയും ഉന്നയിച്ചു. കണ്ണൂരിൽ സുധാകരനെ നിർബന്ധപൂർവ്വം സ്ഥാനാർത്ഥിയാക്കിയാണ് ലീഗിന്റെ ആവശ്യത്തെ കോൺഗ്രസ് തന്ത്രപൂർവ്വം തടുത്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അനുകൂലമായ സാഹചര്യം എത്തുമ്പോൾ ലീഗ് എല്ലാം മറക്കുകയാണ്. പകരം തൃശൂരിൽ ദയനീയമായി പരാജയപ്പെട്ട K മുരളീധരന് വയനാട്ടിൽ സീറ്റ് നൽകണമെന്ന് ലീഗ് നേതാവായ PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെടുന്നു. മുരളീധരൻ ഏത് സീറ്റിനും അനുയോജ്യനാണെന്നും അർഹനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ലീഗിന്റെ ഈ ത്യാഗത്തിനു പിന്നിലുള്ള കാരണം K മുരളീധരനോടുള്ള അടുപ്പമാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനവിധി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ അതേ സാഹചര്യത്തിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് K മുരളീധരൻ തൃശൂരിൽ മത്സരിച്ചതുകൊണ്ടാണ് ഇത്ര ദയനീയമായ പരാജയം വന്നത് എന്നാണ്. അതേസമയം അദ്ദേഹം വടകരയിൽ ആയിരുന്നു മത്സരിച്ചതെങ്കിൽ വലിയ വിജയം നേടാനാകുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരുപക്ഷെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തിയ മുരളീധരനെ ലീഗ് നേതൃത്വം നൽകിയ സ്വീകരണം കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്. അത്ര വലിയ ഒരു പിന്തുണ മുരളീധരന് അന്ന് നൽകാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. അതേ മുരളീധരൻ വലിയൊരു പരാജയം നേരിടുമ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പുറകിൽ നിന്ന് കുത്തൽ ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ നിരന്തരം ആരോപിക്കുമ്പോൾ ചേർത്ത് നിർത്താനായി മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസിനേക്കാൾ വലിയ സ്നേഹം മുരളീധരനോട് ലീഗിനുണ്ട് എന്ന് മുസ്ലിം ലീഗിന്റെ ഈ നീക്കങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ മുരളീധരനെ ചേർത്ത് നിർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് K സുധാകരനും രംഗത്ത് വന്നിരിക്കുകയാണ്. K മുരളീധരനൊപ്പം തന്നെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടപ്പെട്ട നേതാവാണ്. എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കും. അദ്ദേഹത്തിൻ്റെ പരാതി എന്താണെന്ന് അറിഞ്ഞ് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ മുരളീധരൻ തുറന്നടിച്ചിരുന്നു. താനിനി മത്സരിക്കാനില്ല എന്നും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നുമായിരുന്നു മുരളീധരൻ പറഞ്ഞത്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിനായിരുന്നു സുധാകരൻ്റെ പ്രതികരണം. മുരളീധരൻ്റെ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്തരം സംഭവം ആദ്യമായിട്ടുമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കണം. പാർട്ടി നടപടി സ്വീകരിക്കും. എല്ലാ വസ്തുതകളും പരിശോധിക്കും. തിരുത്തിപ്പോകാൻ പറ്റുന്നതാണെങ്കിൽ തിരുത്തിപ്പോകും. മുരളീധരൻ വിട്ടുനിൽക്കേണ്ട ആളല്ല. മുരളീധരൻ കോൺഗ്രസിന്റെ എല്ലാമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി കൂടെ തന്നെയുണ്ട്. ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന K കരുണാകരൻ്റെ മകനെ മറക്കാനും ത്യജിക്കാനും ഞങ്ങൾക്ക് സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ തോന്നലുകൾക്ക് ഏത് സന്ദർഭത്തിലും പരിഹാരമുണ്ടാക്കാൻ KPCC തയ്യാറാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാതി എന്താണെന്ന് കേൾക്കേണ്ടതുണ്ട്. മുരളീധരനെ കാണും എന്നെല്ലാം തന്നെയാണ് K സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല എന്ത് വില കൊടുത്തും മുരളീധരനെ പാർട്ടിയിൽ തന്നെ നിലനിർത്തും എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പോസ്റ്റ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരമായി പ്രിയങ്ക ഗാന്ധി വരണം എന്നതായിരുന്നു ഉണ്ണിത്താൻ്റെ ആവശ്യം. കോൺഗ്രസ് നേതൃത്വം മുരളീധരന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും മുൻപേ അതിന് തടയിടാനെന്നോണം ഉണ്ണിത്താൻ നടത്തിയ നീക്കം മുരളീധരനും ഉണ്ണിത്താനും തമ്മിലുള്ള പോരിന്റെ തുടർച്ച തന്നെയാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ നരേന്ദ്രമോദി വന്നു. സുനിൽകുമാറിന് വേണ്ടി പിണറായി വിജയൻ വന്നു. എനിക്ക് വേണ്ടി ആകെ വന്നത് DK ശിവകുമാർ മാത്രമാണ്. അതും ഉച്ചവെയിലത്ത്. സംസ്ഥാന ദേശീയ നേതാക്കൾ പ്രചരണത്തിൽ നിന്നും വിട്ടുനിന്നു. ഇനി ഒരു പദവിയിലേക്കും താനില്ല. രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുരളീധരൻ തുറന്നടിച്ചത്.
അതേസമയം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും മുരളീധരനെ പിന്തിരിപ്പിക്കാനാണ് കോൺഗ്രസിനുള്ളിലെ തീവ്രമായ ശ്രമം. വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തോട് നേതൃത്വം ആവശ്യപ്പെട്ടേക്കും. അതല്ലെങ്കിൽ UDF കൺവീനർ പദവി, അതുമല്ലെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനം, അതുമല്ലെങ്കിൽ വയനാട് ലോക്സഭാ സീറ്റ് എന്നീ 3 ഓഫറുകളാണ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചേക്കുക. സ്വാഭാവികമായും വയനാട് പോലുള്ള ഒരു ഓഫർ മുരളീധരൻ നിഷേധിക്കാൻ സാധ്യത ഇല്ല എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലവിലെ വിലയിരുത്തൽ.